ബീഹാറിലുണ്ടായ ഇലക്ഷൻ്റെ വൻ പരാജയം കോൺഗ്രസ് പാർട്ടിക്ക് അതിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങി. അറിയാൻ സാധിക്കുന്നത് ഈ ഡിസംബറിലോ അല്ലെങ്കിൽ ജാനുവരിയിലോ കോൺഗ്രസ് പാർട്ടിയിലെ വലിയൊരു പിളർപ്പിനാണ് സാധ്യത. ചില ആളുകളുടെയൊക്കെ പേരുകൾ പറയുന്നു. അതായത് ഒന്ന്, കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരംകാരൻ MP ശശി തരൂർ. കാരണം അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷന് ശബരിനാഥിന് വേണ്ടി 1-2 വീടുകൾ കയറി പിന്നീട് അദ്ദേഹം ഒന്ന് തിരിച്ചുപോയി. കഴിഞ്ഞ കോൺഗ്രസിൻ്റെ റീഷഫിൾ കേരളത്തിൽ നടത്തിയപ്പോൾ ചില ആളുകൾക്ക് ശശി തരൂരിൻ്റെ കൂടെ നിൽക്കുന്ന ചില ആളുകൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ KPC സെക്രട്ടറിയും വൈസ് പ്രസിഡൻ്റായിട്ടൊക്കെ സ്ഥാനവും കൊടുത്തു. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് AICC ശശി തരൂരിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, ഇത്ര പ്രാവശ്യം MP ആയിരുന്നു, അദ്ദേഹത്തെ കംപ്ലീറ്റ് ആയിട്ട് സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ്. കാരണം നിരന്തരമായിട്ട് മോദിയെ പ്രകീർത്തിക്കുന്നു, സ്തുതിക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് കാരണം എവിടെയും പ്രചരണത്തിൽ ശശി തരൂരില്ല. ഇപ്പം ശശി തരൂരിൻ്റെ കാര്യം ഏകദേശം സ്ഥിരീകരിച്ചു. കാരണം ശശി ആദ്യം വിചാരിച്ച കോൺഗ്രസ് പാർട്ടി പുറത്താക്കുന്നേ ആക്കട്ടെ, അതിനുശേഷം പോകാമെന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ തന്ത്രപരമായ നീക്കം അവരെ ശശിയെ പുറത്താക്കുന്നില്ല. പക്ഷേ ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നു എന്നാണ് അറിയാൻ സാധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഏകദേശം 5-6 അല്ലെങ്കിൽ 4-5 AICC വർക്കിംഗ് കമ്മിറ്റിയിലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കളും ഇതേപോലെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്ന് ചിദംബരം പറയുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ MP ആണ്, ചിദംബരം രാജ്യസഭ MP ആണ്. മറ്റ് പല നേതാക്കളുടെയും പേര് പറയുന്നു. കേരളത്തിൽ നിന്ന് ശശിയുടെ കൂടെ 2ഓളം MP-മാരും കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോകുമെന്നും പറയുന്നു. ഇതിനെപ്പറ്റി കൺഫേംഡ് റിപ്പോർട്ടില്ല. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഇവിടെ പൊളിറ്റിക്കൽ, അതായത് ഡൽഹിയിലെ പൊളിറ്റിക്കൽ സർക്കിളിൽ, കോൺഗ്രസ് സർക്കിളിൽ നടക്കുന്ന ഒരു ഡിസ്കഷനാണ്. അപ്പം ഒരു ഏകദേശ ധാരണ നമുക്ക് ഉദ്ദേശിക്കാം, ശശി കോൺഗ്രസ് പാർട്ടി വിടുകയാണ്. കാരണം പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നു, അദ്ദേഹം പാർട്ടി വിടുന്നു, മറ്റുള്ള ആൾക്കാരും ഏതാണ്ട് പിളർപ്പിലേക്കാണത്. മറ്റൊരു കാരണം കൂടുണ്ട്. ഇപ്പം ചിദംബരത്തിൻ്റെ മുകളിലാണ് ഇഷ്ടംപോലെ കേസുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി മുഴുവനും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സീസ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്ന് ഈ പ്രോപ്പർട്ടി ആണെങ്കിൽ ഈ കേസുകളൊന്നും മാറാതെ ഈ ചിദംബരത്തിനും കുടുംബത്തിനും അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കത്തില്ല. മറ്റു പല നേതാക്കൾക്കും അവർക്കും പിടികിട്ടി. വരാനുള്ള പല വർഷങ്ങളിൽ കോൺഗ്രസ് ഹിന്ദി മേഖലയിൽ തിരിച്ചു വരുന്ന കാര്യം കഷ്ടമാണ്. പല നേതാക്കൾക്കും കൃത്യമായിട്ടറിയാം. ഒരു ഭാഗത്ത് വോട്ട് ചോരിയെന്നും ആ ചോരിയെന്നും ഈ ചോരിയെന്നും EVM എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഗ്രൗണ്ടിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല. സ്ത്രീകൾ വളരെ മാസീവായിട്ട് ഏറ്റവും കൂടുതൽ റെക്കോർഡ് തെരഞ്ഞെടുപ്പ് വോട്ടിംഗാണ് നടന്നത് ബീഹാറിൽ. അവർ BJPക്ക്, നിതീഷിനും മോദിക്കും അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അതായത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇന്നത്തെ കോൺഗ്രസ്സിന് ഈ പറയുന്ന ജനങ്ങളെ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനവരെ കൊണ്ട് കഴിയുന്നില്ല. ഇത്രയും പ്രാവശ്യം പല ആവർത്തി വന്നിട്ട് നോക്കി, ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ്മോർട്ടം നടത്താൻ കോൺഗ്രസ് പാർട്ടി നേതാക്കളും തയ്യാറല്ല, രാഹുൽ ഗാന്ധിയും തയ്യാറല്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ചില സീനിയർ നേതാക്കളുണ്ട്, രാജസ്ഥാനിൽ നിന്ന് നേതാക്കളുണ്ട്. ഇവരുടെ ഒരു ബ്ലോക്കായിട്ട് കോൺഗ്രസ് പിളർത്തി, അതായത് നേതാക്കൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ ഇവർ പ്രത്യേക ബ്ലോക്കായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയാണ്, ഇതിനെപ്പറ്റിയൊന്നും ഏകദേശ ധാരണ അറിയത്തില്ല. പക്ഷേ ഒരു കാര്യം കൃത്യം. ഇനി ശശി തരൂരിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരളത്തിൻ്റെ പ്രസിഡൻ്റായ ശേഷം ഈ പറയുന്ന വലിയ മാറ്റങ്ങളൊന്നും, വലിയ വേവ്സ് ഒന്നും ഉണ്ടാക്കാൻ BJP എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് പ്രത്യേക ഈ പറയുന്ന ഒരു കരിഷ്മ രാജീവ് ചന്ദ്രസേന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം ആരെയാണ് മുഖ്യമന്ത്രിയാക്കിയിട്ട് മുന്നിൽ നിർത്തി BJP ഒരു ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നത്, അതായത് വരാൻ പോകുന്ന 2026 ഈ അസംബ്ലി ഇലക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശശി ഇപ്പോൾ രാജിവെച്ചിട്ട് ചിലപ്പോൾ അദ്ദേഹത്തെ BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട്
പ്രഖ്യാപിച്ചിട്ട് മുന്നിൽ നിർത്തി മത്സരിപ്പിക്കാനുള്ള ധാരണയായി എന്നും പറയുന്നു. കാരണം മനസ്സിലാക്കേണ്ടത് ശശി തരൂരുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നല്ല ബന്ധമാണ്, ഇപ്പോഴൊരു വളരെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആ ഒരു ബന്ധം കാരണം രാജീവിനേക്കാളും പ്രധാനമന്ത്രിക്ക് താല്പര്യം ശശി തരൂരിനെ ആങ്കർ അവിടെ കേരളത്തിൽ ഫിക്സ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. എൻ്റെ ഒരു അസസ്മെൻ്റ് അനുസരിച്ച് ശശി തരൂര് കേരളത്തിൽ വന്ന് 2026 ഇലക്ഷനിൽ BJPയുടെ ഫേസായിട്ട് ഇലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. കട്ട് ത്രോട്ടായിട്ട് പറയാൻ കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല. അതേപോലെ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന 2026 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പല നേതാക്കൾക്ക് സീറ്റ് കിട്ടത്തില്ല. ഇവരധികവും കോൺഗ്രസിൽ നിന്ന് മാറി ശശിയുടെ കൂടെ BJPയിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് പലയിടത്തും ജനസമ്മതരായ നേതാക്കളാണ് കോൺഗ്രസിനകത്തുള്ളത്. BJPക്ക് ഇത്രമാത്രം ജനസമ്മതിയുള്ള നേതാക്കളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ പറയുന്ന ലോക്സഭയിലല്ല, നിയമസഭയിൽ ഇലക്ഷനെ കാണാൻ നല്ല നല്ല ഫേസുകൾ വേണം. ഇപ്പം നമ്മളൊരു കാര്യം പറയുമ്പം സുരേഷ് ഗോപിയെ പോലെ തന്നെ മറ്റൊരു ജനകീയ ഫേസ് തന്നെയാണ് ശ്രീധരൻപിള്ള. രണ്ട് കൂട്ടരും വോട്ട് ചെയ്യും. അതായത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഹിന്ദുക്കളും കോൺഗ്രസ്സുകാരായിട്ടുള്ള ക്രിസ്ത്യൻസും ശ്രീധരൻപിള്ളയ്ക്ക് വോട്ട് ചെയ്യും. അപ്പം ഇതേപോലെയുള്ള ഫേസുകളാണ് പലയിടത്തും ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള പല മണ്ഡലങ്ങളിൽ ഈ BJPക്ക് ആവശ്യം. അങ്ങനെയുള്ള ഫേസുകൾ അവർക്ക് വളരെ കുറവാണ്. അപ്പം ഈ കോൺഗ്രസിൽ നിന്ന് ഈ ആൾക്കാർ, അതായത് ശശിയോടൊപ്പം, കാരണം ശശിയോടൊപ്പം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് വലിയ മാറ്റമായിരിക്കും BJPക്ക് സൃഷ്ടിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ആ ഇലക്ഷനോട് കൂടി 10, 15, 20 സീറ്റുകൾ കിട്ടാനുള്ള പോസിബിലിറ്റിയും തള്ളിക്കളയരുത്. കാരണം കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനെ വോട്ട് ചെയ്യുന്ന പല ആൾക്കാരും പല കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും, അതായത് പ്രത്യേകിച്ച് ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് UDF സാധനം മടുത്തു കഴിഞ്ഞു. കാരണം ഇവർക്കൊന്നും പറയാനായിട്ട് പൊളിറ്റിക്കൽ ടോപ്പിക്കും ഡെവലപ്മെന്റൽ ടോപ്പിക്കും ഇത് മാത്രമേ ഉള്ളൂ, മാക്സിമം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു തേർഡ് പാർട്ടി എന്ന നിലയിൽ BJPക്ക് ശശി തരൂരിൻ്റെ ഫേസും ഈ പല നേതാക്കളും കൂടെ, കോൺഗ്രസ് നേതാക്കളും ഈ ശശിയുടെ കൂടെ BJPയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇലക്ഷന് മത്സരിക്കുവാണെങ്കിൽ ഒരു കാര്യം കട്ട് ത്രോട്ടായിട്ട് പറയാം, 2024 ഇലക്ഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇലക്ഷൻ്റെ പാറ്റേണും വോട്ടിംഗ് പാറ്റേണും നോക്കുമ്പോൾ ശശിയെ താല്പര്യമുള്ള വലിയൊരു കമ്മ്യൂണിറ്റി, അതായത് അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാന്തപുരത്തിൻ്റെ മീറ്റിങ്ങിൽ വരെ ശശി പോകാറുണ്ട്. അതിൻ്റെ ഇൻവൈറ്റ് ചെയ്യാണ് പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും പല മത സംഘടനകളിലും ശശിയെ എല്ലാവരും രാഷ്ട്രീയം നോക്കാതാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് തൽപരനാണ് ശശി തരൂർ എന്ന് പറഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ. കാരണം അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും ഗ്ലോബൽ ഇന്ത്യൻ എന്ന് പറഞ്ഞ റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഗ്ലോബൽ നോളജും ഇതൊക്കെ കേരളത്തെ മാറ്റാൻ പറ്റും. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനെ മാറ്റിയെടുക്കാൻ ശശി തരൂരിന് കഴിയും എന്ന് വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം കേരളത്തിൽ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ശശി തരൂരിനെ വെച്ച് BJP അടുത്ത 2026 അസംബ്ലി ഇലക്ഷന് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഒരു കാര്യം കൃത്യമാണ്, ബീഹാർ ഇലക്ഷനോടുകൂടി പല കോൺഗ്രസ് നേതാക്കൾക്ക് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലും പിടികിട്ടിയൊരു കാര്യമുണ്ട്. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സമയമെടുക്കും. അതുപോലെ ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ആ ഗാന്ധി ഈ ഗാന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബ സംഭവം ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരിക്കില്ല. അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകാൻ പറ്റില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് TMC ആണെങ്കിലും ഈ ഇന്ത്യ മുന്നണി, അതായത് പഴയ UPAയുടെ അകത്തുള്ള പല ആൾക്കാരും ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും, അതായത് UPAയുടെ നേതൃത്വത്തിൽ നിന്നും ഇന്ത്യ മുന്നണി മഹാഗഠബന്ധൻ്റെ നേതൃത്വത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റണമെന്നുള്ള ആവശ്യം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് ഇന്ത്യയിൽ കോൺഗ്രസിനകത്ത് നടക്കുക. കാരണം ഇവരാൾക്കാർ ഈ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസിനകത്ത് മാറ്റം പക്ഷേ ഉണ്ടാവുകയുള്ളൂ. അതിനുള്ള അതും ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അതിൻ്റെ പേരിൽ പല നേതാക്കളും പ്രതീക്ഷ നഷ്ടപ്പെട്ട് BJPയിലോ മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടിയിലോ വളരെ സീനിയർ കോൺഗ്രസ് നേതാക്കൾ പോകുമ്പോൾ അവരെ ഫോളോ ചെയ്ത് പോകാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പോകാൻ തയ്യാറാകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. രണ്ടാമതൊരു കാര്യം, ശശി തരൂരിനെ അനുകൂലിക്കുന്ന CPMൻ്റെ കമ്മ്യൂണിസ്റ്റുകാരും
അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ശശിയെ അനുകൂലിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ. കാരണം ഒരു പൊട്ടൻഷ്യലായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അങ്ങനെ ശശി വന്നു കഴിഞ്ഞാൽ CPM-ന്റെ അനുകൂലിക്കുന്ന വോട്ടുകളും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വോട്ടുകളും അത് പോളറൈസ് ചെയ്ത് BJPക്ക് NDAക്കുമായി അനുകൂലമായിട്ട് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി BJP കേന്ദ്ര നേതൃത്വം കാണുന്നുണ്ട്. ഇതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും വരാനുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഉണ്ടാകാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കോൺഗ്രസിൻ്റെ ഗതി അധോഗതിയായിട്ട് തുടരുന്നു. ഒരു നേതാക്കൾക്കും കോൺഗ്രസ് തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ല. ഇതെവിടെ പോയി നിൽക്കുമെന്ന് മാത്രമേ അവർക്കറിയത്തുള്ളൂ. കാരണം അറിയാം, ഇത് തിരിച്ചു വരാനുള്ള ഒരു സിംറ്റംസും കാണിക്കുന്നില്ല. വരുന്ന റിസൾട്ടുകളെല്ലാം കോൺഗ്രസിനെയും അതിൻ്റെ പാർട്ടി പ്രവർത്തകരെയും നിരാശപ്പെടുത്തുന്നതാണ്.